നമസ്കാരം. വാൽപ്പാറ പച്ച പുതച്ച് മഞ്ഞണിഞ്ഞ മലനിരകൾ, നീലത്തെളിമയുള്ള കാനനച്ചോലകൾ, ഹരിതഭൂവിൻ്റെ നിമ്നോന്നതങ്ങളിൽ നിന്ന് ചക്രവാളങ്ങളിലേക്ക് പരന്നുകിടക്കുന്ന തേയിലത്തോട്ടങ്ങൾ, കുളിരണിഞ്ഞ സുഗന്ധഭൂമി, വംശനാശ ഭീഷണിയുള്ള അത്യപൂർവ ജനുസിൽപ്പെട്ട സിംഹവാലൻ കുരങ്ങന്മാരുടെ സംരക്ഷിത കേന്ദ്രം. പുള്ളിപ്പുലിയും കടുവയും കരടിയും കാട്ടാനയും കാട്ടുപോത്തും കാട്ടുപന്നിയുമെല്ലാം ഇവിടെ ധാരാളം. സമുദ്രനിരപ്പിൽ നിന്ന് 4000-ലേറെ അടി ഉയരം. പശ്ചിമഘട്ടത്തിലെ ആനമല മലനിരകളിലുള്ള വാൽപ്പാറയിൽ 38,400 തേയിലത്തോട്ടങ്ങളും 56 എസ്റ്റേറ്റുകളുമുണ്ട്. കോടമഞ്ഞു പുതഞ്ഞു കിടക്കുന്ന മുഡീസ് സൂയിസൈഡ് പോയിന്റും തേയില ഫാക്ടറികളുമെല്ലാം ഇവിടെ കൗതുക കാഴ്ചകളാണ്. അതിരപ്പള്ളി ഷോളയാർ റൂട്ടിലൂടെ പോകാം വാൽപ്പാറയിലേക്ക്. KSEBയുടെ ഹൈഡ്രോ ഇലക്ട്രിക് പ്രൊജക്ടിന്റെ വാൽവ് ഹൗസാണിത്. മുകളിലെ ഡാമിൽ നിന്ന് റോഡിനടിയിലെ വലിയ കുഴലുകളിലൂടെ വെള്ളം താഴേക്ക് കൊണ്ടുവന്ന് വൈദ്യുതോൽപാദനം നടത്തുന്ന പ്രൊജക്റ്റാണിത്. അതിരപ്പള്ളി വെള്ളച്ചാട്ടവും ചാർപ്പ, വാഴച്ചാൽ, പെരിങ്ങൽകുത്ത്, മാനംപള്ളി പവർ ഹൗസ്, ഷോളയാർ തുടങ്ങിയ കേന്ദ്രങ്ങൾ പിന്നിട്ടുകൊണ്ടാണ് വാൽപ്പാറയിലേക്കുള്ള യാത്ര. ഈ റൂട്ടിലൂടെ തൃശ്ശൂരിൽ നിന്ന് വാൽപ്പാറയിലേക്ക് 141 കിലോമീറ്റർ സഞ്ചരിക്കാൻ 4.5 മണിക്കൂറിലേറെ സമയം വേണം. പെരിങ്ങൽകുത്ത് ഡാമിൻ്റെ കാച്ച്മെൻ്റ് ഏരിയയാണിത്. സൂര്യകിരണങ്ങളെ പോലും കടത്തിവിടാത്ത ഇടതൂർന്നു വളരുന്ന മാമരങ്ങളുടെ പച്ചത്തളപ്പാർന്ന കാനന ഭംഗികൾക്കിടയിലൂടെയാണ് നമ്മുടെ യാത്ര. ഈ റൂട്ടിലൂടെയുള്ള അനേകം യാത്രക്കാരെ വിറപ്പിച്ച ഒറ്റയാന്മാരായ കാബാലിയും ഗണപതിയും അടക്കമുള്ള ഒറ്റയാന്മാരുടെ വിഹാര കേന്ദ്രം. കാട്ടുപോത്തുകളും പുള്ളിമാൻ കൂട്ടങ്ങളുമെല്ലാം ഇവിടെ പലപ്പോഴും കാണാറുണ്ട്. ഇടതൂർന്നു നിൽക്കുന്ന കാടിൻ്റെ ശീതളിമ തന്നെ ഒരു അനുഭവമാണ്. തൃശ്ശൂരിലെ സീനിയർ ജേർണലിസ്റ്റുകളും കുടുംബാംഗങ്ങളും അടങ്ങുന്ന യാത്രാ സംഘമാണിത്. തമിഴ്നാട്ടിലെ ഷോളയാർ ഡാം. അങ്ങനെ നാം ഇതാ വാൽപ്പാറയിലെത്തി. യുനെസ്കോയുടെ ലോക പൈതൃക പട്ടികയിൽ ഉൾപ്പെട്ട ഭൂപ്രദേശമാണ് വാൽപ്പാറ. തമിഴ്നാട്ടിലെ കോയമ്പത്തൂർ ജില്ലയിലാണിത്. ഉയരമുള്ള മലകളുടെ നാട് എന്നാണ് വാൽപ്പാറ എന്ന പേരിനർത്ഥം. 19-ാം നൂറ്റാണ്ടിൻ്റെ മധ്യത്തിൽ ബ്രിട്ടീഷുകാർ വനഭൂമി വെട്ടിത്തെളിച്ച് തേയില, കാപ്പി തോട്ടങ്ങൾ വെച്ച് പിടിപ്പിച്ചതാണ്. വാൽപ്പാറയിലെ ഏറ്റവും മികച്ച താമസ സൗകര്യങ്ങളിലൊന്നായ സിൽവർ ഹൈറ്റ്സിലായിരുന്നു ഞങ്ങളുടെ താമസം. ഒരേ സമയം 40-ലേറെ പേർക്ക് താമസിക്കാനുള്ള സൗകര്യം ഇവിടെയുണ്ട്. ചുറ്റും തേയിലത്തോട്ടങ്ങളാണ്. മുറിക്കകത്തിരുന്നാലും ഈ തേയിലത്തോട്ടങ്ങളുടെ ഭംഗി ആസ്വദിക്കാം. വിശാലമായ ടെറസിലേക്ക് ഇറങ്ങിയാൽ മഞ്ഞിന്റെ കുളിരും നുകരാം. ഈ ടെറസിൽ പാർട്ടിയോ വിരുന്നോ എല്ലാം നടത്താൻ സൗകര്യമുണ്ട്. വാൽപ്പാറയിൽ 1846-ൽ രാമസ്വാമി മുതലിയാറാണ് ആദ്യം കാപ്പിത്തോട്ടങ്ങൾ നട്ടുവളർത്തിയത്. ബ്രിട്ടീഷ് ഭരണകാലത്ത് മദ്രാസ് സംസ്ഥാനത്തിന്റെ ഭാഗമായിരുന്ന ഈ കൊടുങ്കാട് കാർവർ മാർഷിന്റെ ശ്രമഫലമായി ആസൂത്രിതമായ വികസിത പ്ലാന്റേഷൻ ഭൂമിയായി മാറി. ആനമലയുടെ പിതാവ്, വാൽപ്പാറയുടെ പിതാവ് എന്നാണ് കാർവർ മാർഷ് അറിയപ്പെടുന്നത്. നോക്കൂ, പച്ചപ്പട്ടണിഞ്ഞ മലനിരകളുടെ ഹരിതഭംഗി വിവരിക്കാൻ, വർണ്ണിക്കാൻ വാക്കുകളില്ല.
വാൽപ്പാറയിലെ സൂയിസൈഡ് പോയിന്റായ നല്ല മുഡീസ് എന്നും പറയും. വാഹനമിറങ്ങി 1 കിലോമീറ്ററോളം നടക്കണം. മിക്കപ്പോഴും കോടമഞ്ഞിൽ പുതഞ്ഞു കിടക്കുന്ന പ്രദേശം. വാൽപ്പാറയിലെ നല്ല സൂയിസൈഡ് പോയിന്റാണിത്. ഞങ്ങൾ സന്ദർശിച്ചപ്പോൾ കോടമഞ്ഞ് വളരെ കുറവായിരുന്നു. കോടമഞ്ഞില്ലെങ്കിൽ 100 കണക്കിന് കിലോമീറ്റർ അകലെയുള്ള ഭൂപ്രദേശങ്ങൾ പോലും ഇവിടെ നിന്നാൽ കാണാം. വാൽപ്പാറയിൽ നിന്ന് തൃശ്ശൂരിലേക്കുള്ള മടക്കയാത്ര പൊള്ളാച്ചി റൂട്ടിലൂടെയാണ്. ആനമല കടുവ സങ്കേതത്തിലൂടെയാണ് വാൽപ്പാറ പൊള്ളാച്ചി ചുരം കടന്നു പോകുന്നത്. 41 ഹെയർപിൻ വളവുകൾ പിന്നിട്ട് വേണം അടിവാരത്ത് എത്താൻ. ചുരമിറങ്ങുമ്പോഴുള്ള ഭൂപ്രകൃതിയുടെ കാഴ്ചകളും അതിഗംഭീരം. വളഞ്ഞു പുളഞ്ഞുള്ള ചുരം റോഡും മലനിരകളുടെ വന്യതയും താഴെ സമതലത്തിൻ്റെയും ആലിയാർ ഡാമിൽ നിറഞ്ഞു കിടക്കുന്ന വെള്ളത്തിൻ്റെ ചാരുതയും മനം മയക്കുന്ന ദൃശ്യവിരുന്നാണ്. ഇത്തരം യാത്രകൾ നമ്മെ കൂടുതൽ ഊർജ്ജസ്വലരാക്കുകയും കൂട്ടായ്മയും ആനന്ദവും വളർത്തുകയും ചെയ്യും. യാത്രാ സംഘത്തിലുള്ളവരുടെ സർഗാത്മകത ഒന്ന് കാണൂ. ഞാൻ കേട്ടില്ല
കണ്ണാടി കളിയാട്ടം കൂടിയിട്ടോ പച്ചമുറുക്കിൻ നെറ്റിയിലൊക്കെ പാറിയല്ലോ സിന്ദൂരം സഖി പാറിയല്ലോ സിന്ദൂരം മഞ്ഞക്കാട്ടിൽ പോയാ പിന്നെ മഞ്ഞക്കിളിയെ വിളിക്കാലോ മഞ്ഞക്കിളിയെ വിളിച്ചാൽ പിന്നെ പപ്പുണ്ടോ പോലും മറിച്ചാൽ പിന്നെ ചക്കയിലിട്ട് വറക്കാലോ ചട്ടിയിലിട്ട് വറച്ചാൽ പിന്നെ കല്ലും തേനും കുടിക്കാലോ ആ ദുർമരണം അവസാനിപ്പിക്കാൻ ക്ഷയിച്ച ഈ കൈകൾ ഉയർന്നു പൊന്തിയിട്ടുണ്ട്. ഈ കണ്ഠം നിറതോക്കുകൾക്ക് മുമ്പിൽ നിന്ന് അലറിയിട്ടുണ്ട്. ആ ത്യാഗത്തിന്റെ ചരിത്രം നിന്റെ തലമുറയ്ക്ക് ഇപ്പോൾ മനസ്സിലാകില്ല. ത്യാഗം അതാ നീല വിളിച്ചോന്ന് എന്നെ തന്നെ നോക്കുന്നു. അതിന്റെ തേജസ് എന്റെ മുഖത്ത് തന്നെ വീഴുന്നു. പൂമുഖം പാടിടേണ്ട റോഡാണ് റോഡിനരികാണ് വീടിനടയാളം ചീമക്കൊന്ന കുഴിച്ചന്തയ്ക്ക് പോകുമ്പോൾ ചന്ദന ചോപ്പുള്ള മിങ്കാരി പെണ്ണിനെ കണ്ടേ ഞാൻ ചാലാകുടി ചന്തയ്ക്ക് പോകുമ്പോൾ ചന്ദന ചോപ്പുള്ള മിങ്കാരി പെണ്ണിനെ കണ്ടേ ഞാൻ പെണ്ണിന്റെ പഞ്ചര പുഞ്ചിരി കട്ടങ്കലക്കിന്റെ കച്ചവടം അന്നത്തെ ചന്തലെ കച്ചവടം പെണ്ണിന്റെ കൊട്ടയിലെ മീനായി അന്നത്തെ ചന്തലെ കച്ചവടം പെണ്ണിന്റെ കൊട്ടയിലെ മീനായി ചാലക്കുടി ചന്തയ്ക്ക് പോകുമ്പോൾ ചന്ദന ചോപ്പുള്ള മീൻകാരി പെണ്ണിനെ